നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 1201 ആണ്ട് മിഥുനമാസം 32-ാം തീയതി, അതായത് 16/7/2026 രാത്രി 11:39 സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് രാശിപരിവർത്തനം ചെയ്യുകയാണ്. കർക്കിടകൻ രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നതോടുകൂടി ദക്ഷിണായനം തുടങ്ങുകയായി. മകരമാസം മുതൽ മിഥുനമാസം വരെ 6 മാസം സൂര്യൻ ഉത്തരായണത്തിൽ കൂടിയും, കർക്കിടക മാസം മുതൽ ധനുമാസം വരെ 6 മാസം ദക്ഷിണായനത്തിൽ കൂടിയും സഞ്ചരിക്കുന്നു. മിഥുനം കർക്കിടക മാസത്തെ പണ്ട് പഞ്ഞമാസമെന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നെങ്കിലും ഇന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും രോഗദുരിതങ്ങളുടെ മാസമാകയാൽ ഈശ്വരവചനത്തിന് ഉത്തമ മാസമായി കർക്കിടക മാസത്തെ കണക്കാക്കുന്നു. കർക്കിടക മാസത്തെ രാമായണ മാസമെന്നും പറഞ്ഞു വരുന്നു. കർക്കിടക മാസം 31 ദിവസവും രോഗദുരിതങ്ങൾ അകലുവാനും ഐശ്വര്യത്തിനും വേണ്ടി രാമായണ പാരായണം ക്ഷേത്രങ്ങളിലും വീടുകളിലും ആചരിച്ചു പോരുന്നു. ആരോഗ്യവർദ്ധനവിന് വേണ്ടിയുള്ള ആയുർവേദ ചികിത്സയ്ക്ക്, പ്രത്യേകിച്ച് തിരുമ്മലിനും ഉഴിച്ചിലിനും മറ്റും കർക്കിടക മാസം ഏറ്റവും നല്ല മാസമായി കരുതപ്പെടുന്നു. കർക്കിടക മാസ ചികിത്സയും മരുന്നുകഞ്ഞിയും മറ്റും സേവിക്കലും ഇന്നും തുടർന്നു പോരുന്നു. കർക്കിടകൻ രാശി സൂര്യൻ്റെ ബന്ധുഗ്രഹമായ ചന്ദ്രൻ്റെ രാശിയാണെങ്കിലും കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ, അതായത് കർക്കിടക മാസത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളാലുള്ള കഷ്ടതയും മനസ്സുഖക്കുറവും അനുഭവത്തിൽ വരുമെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്നാൽ സൂര്യൻ ഇഷ്ടഭാവത്തിലായി സഞ്ചരിക്കുന്നവർക്ക് സൂര്യനെ കൊണ്ടുള്ള ഗുണഫലങ്ങളും ഈ സമയം അനുഭവത്തിൽ വരും. തന്നെയുമല്ല, ഇപ്രാവശ്യത്തെ സൂര്യ സംക്രമണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സൂര്യൻ കർക്കിടകൻ രാശിയിൽ യോഗം ചെയ്യുന്നത് ഉച്ചരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ബന്ധുഗ്രഹമായ വ്യാഴവുമായിട്ടാണ്. സൂര്യനും വ്യാഴവും തമ്മിലുള്ള ദിഗ്ഗ്രഹയോഗം കൊണ്ട് ധനസമൃദ്ധിയും ധർമ്മപ്രവർത്തികൾ ചെയ്യാൻ ഇടവരികയും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും മറ്റും ഫലമായി പറയുന്നു. അതിനാൽ സൂര്യൻ ഇഷ്ടഭാവത്തിലായി സഞ്ചരിക്കുന്ന രാശിക്കാർക്ക് അഥവാ കൂറുകാർക്ക് സൂര്യനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഏറിയ തോതിൽ അനുഭവത്തിൽ വരും. അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നവർക്കും ദോഷഫലങ്ങളിൽ കുറവ് വരും. കാരണം സൂര്യനൊരു പാപഗ്രഹമാണ്. ഒരു പാപഗ്രഹം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ശുഭന്മാരിൽ ശുഭനായ വ്യാഴവുമായുള്ള യോഗം കാരണം പാപത്വം കുറയുകയും പാപഫലങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്യും. അതിനാൽ സൂര്യൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഈ സമയം കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സൂര്യൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന രാശിക്കാർക്ക് സൂര്യന് വേദം ഇല്ലാത്തതിനാൽ പൂർണ്ണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇവർക്ക് പറയപ്പെട്ടിട്ടുള്ള നല്ല ഫലങ്ങൾ അതേപോലെ അനുഭവത്തിൽ വരും. എന്നാൽ ഇവരുടെ ഈ സമയത്തെ ദശാപഹാര ഫലങ്ങളും കൂടി നല്ലതായിരിക്കണം. അല്ലാത്തവർക്ക് ഈ ഫലങ്ങൾ ഭാഗികമായ അനുഭവത്തിൽ വരികയുള്ളൂ. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സൂര്യൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് നോക്കാം. സൂര്യൻ്റെ കർക്കിടക മാസത്തിലേക്കുള്ള രാശി സംക്രമണം മൂലം ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് കന്നിക്കൂറിൽ അഥവാ കന്നിരാശിയിൽ ജനിച്ച ഉത്ര നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്കാണ്. ഇവർക്ക് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമായ 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതിനാൽ സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് കിട്ടുകയോ അഥവാ മറ്റേതെങ്കിലും നല്ല ജോലി കിട്ടുകയോ ചെയ്യാം. ജോലി ചെയ്യുന്നവർക്ക്
ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയും അതല്ല എങ്കിൽ ഏതെങ്കിലും പദവി ലഭിക്കുകയോ ചെയ്യാം. ഈ സമയം രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ കുറവുണ്ടാകും. ഏർപ്പെടുന്ന മിക്ക പ്രവൃത്തികളിലും വിജയം വരിക്കും. വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം ലഭിക്കും. കൃഷികാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വ്യാപാര വ്യവസായങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും സർക്കാരിൽ നിന്നുമുള്ള സഹായധനങ്ങളോ പ്രോത്സാഹനങ്ങളോ കിട്ടുകയും ചെയ്യും. രണ്ടാമതായി, സൂര്യനെ കൊണ്ടുള്ള ഇഷ്ടഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവർക്കാണ്. ഇവർക്ക് സൂര്യൻ അതിൻ്റെ ഇഷ്ടഭാവമായ 10ാം ഭാവത്തിലേക്കാണ് രാശി പരിവർത്തനം നടത്തുന്നത്. 10ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മക്ഷേത്രമാണ്, നമ്മുടെ തൊഴിൽ സ്ഥാനമാണ്. അതിനാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാവുകയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പുതിയ ജോലിയിലോ സംരംഭങ്ങളിലോ പ്രവേശിക്കുവാനും അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. പല നാളുകളായി നടപ്പിൽ വരുത്തുവാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയം നടപ്പിൽ വരുത്തുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പ്രശംസയോ പ്രോത്സാഹനമോ ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൽകീർത്തിയും ഈ സമയം ലഭിക്കാം. മൂന്നാമതായി, കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 എന്നീ പാദങ്ങളിൽ ജനിച്ചവർക്കാണ്. ഇവർക്ക് സൂര്യൻ അതിൻ്റെ ഇഷ്ടഭാവമായ 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിജയസാധ്യത കൂടും. കോടതി വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ വിജയത്തിനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യക്കുറിയിൽ കൂടിയോ പന്തയങ്ങളിൽ കൂടിയോ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ശാരീരിക സുഖാവസ്ഥയും ഉണ്ടാകും. നാലാമതായി, സൂര്യനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത് ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്കാണ്. ഇവർക്ക് സൂര്യൻ ഇഷ്ടഭാവമായ 3ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇവർക്ക് ധൈര്യവർദ്ധനവും ഉന്മേഷവർദ്ധനവും ഉണ്ടാകും. സ്വപ്രയത്നത്താൽ കൂടുതൽ ധനം സമ്പാദിക്കും. ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. നല്ല പുതിയ ജോലികൾ കണ്ടെത്തുന്നതിനും അതിൽ പ്രവേശിക്കുക വഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും. ഇവർക്ക് ഈ സമയം ആരോഗ്യവർദ്ധനം ഉണ്ടാകും. സഹോദരി സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. ഈ 4 രാശിക്കാർക്കാണ് സൂര്യൻ കർക്കടകൻ രാശിയിൽ രാശി സംക്രമണം നടത്തുന്നത് മൂലം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത്. മറ്റുള്ള 8 രാശിക്കാർക്ക് സൂര്യൻ ഇഷ്ടഭാവത്തിലല്ല സഞ്ചരിക്കുന്നതെങ്കിലും വ്യാഴവുമായുള്ള യോഗം കാരണം സൂര്യനെ കൊണ്ടുള്ള ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും ശിവകീർത്തനങ്ങളും സൂര്യകീർത്തനങ്ങളും നിത്യവും ജപിക്കുന്നതും സൂര്യനെ കൊണ്ടുള്ള ഗുണഫലങ്ങളിൽ വർധനവുണ്ടാക്കുവാൻ സഹായിക്കും. ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർക്ക്
അതിൽ നിന്നും ആശ്വാസം കിട്ടുവാനും ഇത് ഉപകരിക്കും. നവഗ്രഹ ക്ഷേത്രത്തിൽ ആദിത്യപൂജ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.